നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ക്രൈസ്തവർക്ക് വീണ്ടും തിരിച്ചടി സമ്മാനിച്ച് രണ്ടാം പിണറായി ഭരണം. കഴിഞ്ഞ 2 വർഷത്തോളമായി കൈവശം വെച്ചിരുന്ന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട അബ്ദുൾ റഹ്മാന് നൽകിക്കൊണ്ട് തന്റെ മുസ്ലിം പ്രീണന നയം ഒരിക്കൽ കൂടി ഉറക്കെ വിളിച്ചു പറയുകയാണ് പിണറായി സർക്കാർ. ഈ സാഹചര്യത്തിൽ ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുസ്ലിം ക്ഷേമ വകുപ്പായി മാറുകയാണ്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു എക്ലേഷ്യ യുണൈറ്റഡ് ഫോറം പ്രസിഡന്റ് ഫാദർ ജോൺസൺ തേക്കടയിൽ, ഒപ്പം യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫ്രണ്ട് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ ജോൺസൺ തേക്കടയിൽ, നമുക്കറിയാം ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് രൂപീകൃതമായി 15 വർഷം പിന്നിടുന്നു. ആ ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു 2021 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു വകുപ്പ് ഏറ്റെടുക്കുന്നത്. ആ ഏറ്റെടുക്കുന്നതിന്റെ സാഹചര്യം കൃത്യമായി തന്നെ നമുക്കറിയാം. കാലങ്ങളായി ആ വകുപ്പിൽ നിന്നും ക്രൈസ്തവ സമുദായം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വിവേചനങ്ങൾ, ഒപ്പം തന്നെ ഒരു അവഗണന, അതിന്റെ ഫലമായി ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു പരാതികൾ, അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ 2021 ആ ഒരു വകുപ്പ് ഏറ്റെടുത്തത്. എന്നാൽ 2 വർഷം പിന്നിടുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു മലക്കം മറിച്ചിൽ നടത്തിയത്? ഈ മന്ത്രിസഭയിൽ സജി ചെറിയാനുണ്ട്, ക്രൈസ്തവ സമുദായത്തിൽ സജി ചെറിയാനുണ്ട്, ഒപ്പം വീണ ജോർജ് ഉണ്ട്. ഈ മന്ത്രിമാരെയൊക്കെ അവഗണിച്ച് ഒത്തിരിയേറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഈ വകുപ്പ് വീണ്ടും ഒരു മുസ്ലിം സമുദായത്തിന്റെ ഒരു പ്രതിനിധിക്ക് ഏൽപ്പിക്കുവാനുള്ളൊരു കാരണം എന്തായിരിക്കാം? ഫാദർ ജോൺസൺ തേക്കടയിൽ. എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മളെല്ലാം ആശങ്കപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ നമ്മുടെ ആദരണീയനായിരിക്കുന്ന മുഖ്യമന്ത്രി യാതൊരു കൂടിയാലോചനകളും ഇല്ലാതെ തന്നെ അർഹതപ്പെട്ട ആളുകൾക്ക് ലഭ്യമാക്കേണ്ടുന്ന ആനുകൂല്യങ്ങളെ തട്ടിയെടുക്കും വണ്ണം ഒരു പ്രത്യേക പരിപാടി ആവിഷ്കരിച്ചു. നമുക്കറിയാവുന്ന പോലെ INL-ന്റെ ഒരു മന്ത്രിക്ക് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം 2.5 വർഷത്തേക്ക് എന്ന് പറഞ്ഞു കൊടുത്താണെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന് അതൊരു പെർമനന്റ് രീതിയിലേക്ക് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ മറ്റൊരു സമുദായത്തിന് കിട്ടേണ്ടുന്നതായ ആനുകൂല്യങ്ങളെ തട്ടിപ്പറിച്ചെടുത്ത് കൊടുക്കുന്ന പോലെ കൊടുക്കുകയും ചെയ്തതിൽ ഒരു വലിയ രാഷ്ട്രീയം കിടപ്പുണ്ട്. ഞാൻ ആ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നത് പാലായിലെ രാഷ്ട്രീയവുമായിട്ടാണ്. പാലായില് അവിടുത്തെ പഞ്ചായത്തിന്റെ, അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ, അവിടുത്തെ മറ്റുള്ള പഞ്ചായത്തുകളുടെ ഒക്കെ തലവന്മാരായിരിക്കുന്ന ആളുകൾക്ക് കൂട്ടുഭരണം വന്നപ്പോൾ അവർക്ക് ഈ ഇടതുപക്ഷത്തിലുള്ള ആളുകൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന ആ ഒരു സീറ്റ് കൊടുക്കാതെ പോയതിന്റെ പകരം വീട്ടൽ പോലെയാണ് ഇപ്പോൾ ആദരണീയനായിരിക്കുന്ന മുഖ്യമന്ത്രി ഒരു സമുദായത്തോട് തന്നെ ഇത്ര മോശമായ ഒരു കാര്യം ചെയ്തത്. ഇതിനെ അത്ര നിസ്സാരവൽക്കരിച്ച് കാണാൻ കഴിയില്ല. ഇതിനെ നമ്മള് താരതമ്യേന സാരമില്ല എന്ന് വിചാരിക്കാനും പാടില്ല. കാരണം ഒരു മന്ത്രിസഭ, കൂട്ടുത്തരവാദിത്വമുള്ള മന്ത്രിസഭ ജനക്ഷേമ പരിപാടികൾ ആവിഷ്കരിക്കുമ്പോൾ ഏതെല്ലാം സമുദായങ്ങൾ അർഹതപ്പെട്ടവരാണോ അവർക്കൊക്കെയും പ്രാതിനിധ്യം കൊടുത്ത് അവരെയൊക്കെ ഉന്നത സ്ഥായിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഏതൊരു നല്ല മന്ത്രിസഭയ്ക്കുമുള്ളതാണ്. ഇവിടെ ഇപ്പോൾ അദ്ദേഹം ഈ ഒരു കൊടും ക്രൂരത ചെയ്തത് കൊണ്ട് ഒരു സമൂഹത്തോട് കാണിക്കുന്ന ഒരു ചിറ്റമ്മ നയം വളരെ പരസ്യമായിരിക്കുകയാണ്. ഇതിനു മുമ്പും ഇതുപോലുള്ള പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ നമ്മളെ ക്ഷമിക്കുകയും പൊറുക്കുകയും മറക്കുകയും ഒക്കെ ചെയ്യാൻ കഴിവുള്ളവരാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അതുകൊണ്ടാണ് ഇപ്രാവശ്യവും ആ വിധത്തിലുള്ള വലിയൊരു അധാർമികമായതെന്ന് തന്നെ പറയാവുന്ന തരത്തിൽ ചെയ്തു. ഇതൊരിക്കലും ന്യായീകരിക്കാവുന്നതോ നീതീകരിക്കാവുന്നതോ ഇതിനെ സപ്പോർട്ട് ചെയ്യാവുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല. അതിന് 2 തലങ്ങളുണ്ട്. ഒന്ന്, ഇതിനൊരു രാഷ്ട്രീയ തലം, ഒരു മാനം ഉണ്ട്. ആ രാഷ്ട്രീയ മാനം എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നമുക്കറിയാവുന്ന പോലെ INL രൂപീകരിതമായത് തന്നെ ഇവിടുത്തെ IUML അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരുടെ തീവ്രത കുറവാണെന്നും അവർ മതേതരത്വ മുഖമുള്ള ഒരു സാമുദായിക പാർട്ടിയാണെന്നും അതുകൊണ്ട് അത് പോരാ, അതിനേക്കാളും തീവ്രമായിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സേട്ട് സാഹിബിന്റെ
നേതൃത്വത്തിൽ INL രൂപീകൃതമായത്. INL രൂപീകൃതമായപ്പോൾ തന്നെ അതിനൊരു ഭീകര സ്വഭാവം ഉണ്ടെന്നുള്ളത് IUMലുള്ള എല്ലാ ആളുകളും മനസ്സിലാക്കിയിരുന്നു. മറ്റു മതേതര പാർട്ടികളും അതോടൊപ്പം തന്നെ മറ്റ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഗണിക്കുകയും അത് ആ വിധത്തിൽ മുദ്ര ചാർത്തപ്പെടുകയും ചെയ്തതാണ്. ആ ഒരു പാർട്ടിയുമായിട്ട് ആലിംഗനം ചെയ്യാൻ തക്കവണ്ണം ഇടതുപക്ഷത്തിന് സാധിച്ചു എന്നുള്ളത് തന്നെ വലിയ ഒരു അതിശയോക്തിയാണ്, അല്ലെങ്കിൽ വലിയൊരു നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഈ മുസ്ലിം ലീഗിന് ബദലായിട്ട് ഈ INL ഉയർത്തിക്കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യം ഇതിന് പിന്നിലുണ്ടോ? അതാണ് ജോർജ് പറഞ്ഞു വരുന്നത്. INL മാത്രമല്ല, INL അതിനേക്കാളും രൂക്ഷമായിട്ടുള്ള ഭീകരമായിട്ടുള്ള മറ്റുള്ളവരെ കൂടെ കൂട്ടുപിടിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. കാരണം IUML കിട്ടുന്ന ഒരു ലക്ഷണമില്ല എന്നുള്ളത് ഈ അടുത്ത സമയത്ത് വീണ്ടും അവർക്ക് ബോധ്യമായി. അപ്പൊ പിന്നെ ഒരു സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ട് ഒരു സമുദായത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് അവരെ എല്ലാം തങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുവരാം എന്നുള്ള ഒരു ചിന്തയാണ് ഇതിന് ഒരു പക്ഷെങ്കിൽ മുഖ്യമന്ത്രിയെ പ്രേരിപ്പിച്ചതെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്കറിയാമല്ലോ, ഇവിടെ IUML എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മറ്റെല്ലാ പാർട്ടികളുമായിട്ട് യോജിച്ചു പോകാവുന്നതും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ട് ഒരുമിച്ച് പോകാവുന്ന തരത്തിലുള്ള ഒരു മതേതരത്തെ കാഴ്ചപ്പാടുള്ള പാർട്ടിയാണ്. എന്നാൽ INL അങ്ങനെയല്ല. INL എന്ന് പറയുന്നത് IUML അവർക്ക് തീവ്രതയില്ല എന്ന് പറഞ്ഞുകൊണ്ടുണ്ടായ പാർട്ടിയാണ്. ആ പാർട്ടിയെയാണ് ഇടതുപക്ഷം വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ട്, ഇടതുപക്ഷത്തിലെ സഖാക്കൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ട് അവർക്ക് മന്ത്രിസ്ഥാനവും കൊടുത്തിട്ട് ആ മന്ത്രിസ്ഥാനത്തിന്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു സമുദായത്തെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് അവരെ വേണ്ട, ഞങ്ങൾക്ക് ആ സമുദായത്തെ വേണ്ട, അവരില്ലെങ്കിലും ഞങ്ങൾക്കിവിടെ ഭരണം നിലനിർത്താൻ കഴിയുമെന്നുള്ള ഒരു പരസ്യ പ്രഖ്യാപനം, ഒരു വെല്ലുവിളി നടത്തിക്കൊണ്ട് ഇന്നലെ ആദരണീയനായ മുഖ്യമന്ത്രിയായി ചെയ്തു. ഒരിക്കലും അത് ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ള അടിവരയിട്ട് പറയുന്നത്. ഒപ്പം തന്നെ ഫാദർ ജോൺസൺ തേക്കടി, ഈ 2021 രണ്ടാം പിണറായി സർക്കാരിന്റെ ഈ മന്ത്രിസഭ രൂപീകരണ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് സഭയുടെ ഉന്നത നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് പോലും ഇത്തരത്തിലൊരു അഭ്യർത്ഥന വന്നിരുന്നു. ഇത്തവണത്തെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അത് മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യണം. ആ ഒരു അഭ്യർത്ഥന മാനിച്ച് 2 വർഷത്തോളം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു വകുപ്പ് ഏറ്റെടുക്കുന്നു. പെട്ടെന്ന് ഇത്തരത്തിൽ ഈ ഒരു വകുപ്പ് വീണ്ടും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് നൽകുന്നു. ഒരു ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു പുല്ലുവില ക്രൈസ്തവ സമുദായത്തിന് നൽകുന്നു എന്നൊരു സന്ദേശം കൂടിയല്ലേ മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രവൃത്തി പൊതുസമൂഹത്തിന് നൽകുന്നത്? ഫാദർ ജോൺസൺ തേക്കടി, അതിനെ ഒരു മുസ്ലിം സമുദായം നമ്മൾ മുദ്രയിടരുത്. കാരണം അതൊരു മുസ്ലിം സമുദായത്തിനല്ല കൊടുത്തിരിക്കുന്നത്. ഒരു മുസ്ലിം സമുദായത്തിനല്ല കൊടുത്തിരിക്കുന്നത്. പ്രത്യുപകാരമാണ്. INL ചേർന്നു അതിനേക്കാൾ ഭീകരമായിട്ട് ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ നിരോധിക്കപ്പെട്ടിരിക്കുന്ന സംഘടനകളിലെ ആളുകളെ കൂടെ അതിലേക്ക് ചേർത്തുകൊണ്ട് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ യഥാർത്ഥ പ്രതിനിധികളായിട്ടുള്ളത് എന്തുകൊണ്ട് അവർക്ക് കൊടുത്തില്ല? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവരിൽ ഒരാളെ ആയിരുന്നല്ലോ അത് ഏൽപ്പിക്കേണ്ടിരുന്നത്. അത് കൊടുക്കാതെ INL കൊടുത്തപ്പോൾ രൂക്ഷമായിട്ടുള്ള ഭീകരമായിട്ടുള്ള താണ്ഡവ നൃത്തം, സമൂഹത്തിനെതിരെ പൊരുതുന്ന, സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു കൂട്ടത്തിനെ തങ്ങളോടൊപ്പം അടർത്തി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പാടുപെടലാണ് ആദരണീയനായ മുഖ്യമന്ത്രി കാണിച്ചിരിക്കുന്നത്. അത് തികച്ചും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്, അധാർമികമായിട്ടുള്ളതാണെന്നതിന് യാതൊരു സംശയമില്ല. ഒരു കാര്യം കൂടെ പറയട്ടെ, ഇവിടുത്തെ പിതാക്കന്മാർ പറഞ്ഞിട്ടോ ഒന്നും അല്ല ആ വിധത്തിലാണ് ചെയ്തത്. കാരണം ഇതിനു മുമ്പും ഈ സമൂഹത്തോട്, ക്രൈസ്തവ സമൂഹത്തോട് അനീതി കാണിച്ചു എന്നുള്ള ബോധ്യമുണ്ടായിരുന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ ആ ഒരു ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് തന്റെ കയ്യിൽ ഒതുക്കി വെച്ചിരുന്നത്. ആ ബോധ്യം പോയതിന്റെ കാരണം ഈ മറ്റുള്ളവരെ കൂടെ ഇപ്പം നമുക്കറിയാലോ, നിരോധിതമായിട്ടുള്ള ചില സംഘടന, ആ സംഘടനയിലുള്ള ആളുകളെ കൂടെ തങ്ങളോടൊപ്പം നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രീണന നയമാണ്. IUML കൂടെ ആ ആളുകൾ പോയി കഴിഞ്ഞാൽ തങ്ങൾക്ക് അടുത്ത പ്രാവശ്യം മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയുകയില്ലെന്നുള്ള ഒരു ഉൾക്കാഴ്ച ഇപ്പോൾ തന്നെ അവർക്ക് ഉണ്ടാകുകയും അങ്ങനെയുള്ള ഭീകര ചിന്താഗതിയുള്ള ആളുകളെ കൂടെ തങ്ങളുടെ കൂടെ നിർത്തണമെന്നുള്ള ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി ക്രൈസ്തവ സമുദായത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്തു. വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷം, അത്തരം ഒരു കാര്യമാണ് ഫാദർ ജോൺസൺ തേക്കടിയിൽ പങ്കുവച്ചത്. ശ്രീ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ,
നമ്മളറിയാം ഈ എന്തെങ്കിലുമൊക്കെ വീഴ്ചകളൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ, ഭരണത്തിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ സംഭവിച്ചു കഴിയുമ്പോൾ മുഖ്യമന്ത്രി പറയുന്ന ഒരു കാര്യം ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്നൊക്കെ. ഈ ഒരു കാര്യത്തിലും ഈ ക്രൈസ്തവ സമുദായത്തിന് എതിരെ നടക്കുന്ന ഒരു ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ഇത്. നമുക്കറിയാം കാലങ്ങളായി പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാരിന്റെ ഒരു കാലഘട്ടത്തിൽ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട് ഈ വിഴിഞ്ഞം സമരമായിക്കോട്ടെ, ഈ ഞായറാഴ്ചകളിലെ ഈ പ്രവൃത്തി ദിനമാക്കുന്ന വിഷയങ്ങളായിക്കോട്ടെ, ഒപ്പം തന്നെ അതിനു മുമ്പ് നമുക്കറിയാം 80-20 അങ്ങ് വളരെ സുദീർഘമായ ഒരു പോരാട്ടം കാഴ്ചവെച്ച ക്രൈസ്തവർക്ക് നീതി ലഭ്യമാക്കിയ ഒരു മേഖല, ഒപ്പം തന്നെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ക്രൈസ്തവ സമുദായത്തിനെതിരെ നിരവധി ആക്രമണങ്ങൾ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നില്ല, അത്തരത്തിലുള്ള ഒക്കെ പരാതികളൊക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെയൊക്കെ ഏറ്റവും ഒരു ഒടുവിലത്തെ ഉദാഹരണമല്ലേ ഈ ആരോടും പറയാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു കൂടിയാലോചനകളൊന്നും നടത്താതെ, ഒരു സമുദായത്തിന് അത് വേദന സൃഷ്ടിക്കുമോ എന്നൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് ഒരു ഉത്തരവിറക്കുന്നു, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി അബ്ദുൾ റഹ്മാന് കൈമാറുന്നു. ഇത് ഏറ്റവും ഒരു ഒടുവിലത്തെ ഉദാഹരണമല്ലേ ക്രൈസ്തവ സമുദായത്തിനെതിരെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാടിന്റെ? അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിപ്പറക്കൽ. ശ്രീ ജോർജി, ഇപ്പോൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചാനലുകളെല്ലാം ഫ്ലാഷ് ന്യൂസ് കാണിക്കുന്നുണ്ട്. ആ ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കും. നമുക്കിവിടെ പറയാനുള്ള ഒരു കാര്യം, എനിക്കിത് പറഞ്ഞ് ആരംഭിക്കാനുള്ള ഒരു കാര്യം ഇതാണ്. ഒരു മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഓരോ പോർട്ട്ഫോളിയോയും ആരെ ഏൽപ്പിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. ആ സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് എടുക്കാം. അതേപോലെ തന്നെ ഇപ്പൊ ഇത് മൈനോറിറ്റി വകുപ്പുമായിട്ട്, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഒരു ന്യൂനപക്ഷ സമുദായാംഗത്തിന് കൊടുക്കണമെന്ന് പോലും നിർബന്ധമില്ല. അങ്ങനെ പോലും നിർബന്ധമില്ലാത്ത ഒരു അവസ്ഥ നമുക്കുണ്ട്. അത് CM അത് കയ്യിൽ വെച്ച് കഴിഞ്ഞ 2 വർഷം മുന്നോട്ട് കൊണ്ടുപോയതിലൂടെ അത് തെളിവായ ഒരു കാര്യവുമാണ്. പക്ഷെ നമ്മളിവിടെ വളരെ കാര്യഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം, ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛൻ പറഞ്ഞു നിർത്തിയോട് തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുക. 2001 മുതൽ 2023 വരെയുള്ള ഈ കാലഘട്ടത്തെ 5 സർക്കാരുകളുണ്ട്. ഇത് 5ാമത്തെ സർക്കാരാണ് ഭരിക്കുന്നത്. അതിൽ 2001 മുതൽ 2006 വരെയുള്ള കാലഘട്ടത്തിൽ AK ആന്റണി, ഉമ്മൻചാണ്ടി 2 മുഖ്യമന്ത്രിമാരായിരുന്നു. ആ കാലഘട്ടത്തിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്തത് MM ഹസന. അദ്ദേഹം കായംകുളം നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ആളായിരുന്നു ആ സമയത്ത്. ഇത് ഇനി പറയുന്ന കാര്യം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, 2006 മുതൽ 2011 വരെ VS അച്യുതാനന്ദൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പാലോളി മുഹമ്മദ് കുട്ടിയാണ് ആ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്, ആ വകുപ്പ് കൈകാര്യം ചെയ്തത്. അദ്ദേഹം മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കാരനായിരുന്നു. 2011 മുതൽ 2016 വരെ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ മഞ്ഞളാംകുഴി അലിയായിരുന്നു ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്തത്. അദ്ദേഹം മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കാരനായിരുന്നു. 2016 മുതൽ 2021 വരെയുള്ള 1ാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് മലപ്പുറം ജില്ലയിലെ തവനൂർ മണ്ഡലത്തെ പ്രതികരിച്ച KT ജലീലായിരുന്നു. പിന്നീട് ഇപ്പോൾ വീണ്ടും അത് പോകുന്നു അബ്ദുൾ റഹ്മാനിലേക്ക്, മലപ്പുറം ജില്ലയിലെ താനൂരുകാരനിലേക്ക്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രത്യേകതയുണ്ട്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിമാർ മുഴുവൻ ഒരു ജില്ലയിൽ നിന്നും ഒരു സമുദായത്തിൽ നിന്നും വരുന്ന ഒരവസ്ഥ, അതിന്റെ ഭീകരമായ ഒരു അവസ്ഥ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ധാരാളം ഈ ഇടതുപക്ഷ സർക്കാരിൽ തന്നെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിണറായി സർക്കാരിൽ തന്നെ ധാരാളം MLA-മാരും മന്ത്രിമാരും മറ്റ് ജില്ലക്കാരുണ്ട് ന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവര്. അവരിലേക്കൊന്നും പോകുന്നില്ല. ഇത് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടു പോവുകയാണ്. ഈ മലപ്പുറം ജില്ലയിലെ ഒരു പർട്ടിക്കുലർ വിഭാഗത്തിന്റെ വോട്ട് കിട്ടിയാൽ മാത്രമേ കേരളം ഭരിക്കാൻ പറ്റൂ എന്നൊരു ചിന്തയിലേക്ക് ഇവിടുത്തെ ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാർ പോലും കടന്നു പോയോ എന്നുള്ളത് നമ്മൾ വളരെ ഭീതിയോടെ കാണണം. അതോടൊപ്പം തന്നെ ഇത് മൊത്തം മുസ്ലിം സമുദായത്തെ ഇതിലേക്ക് വലിച്ചഴക്കണമെന്ന് ഉള്ള കാഴ്ചപ്പാടുകാരനല്ല ഞാൻ. കാരണം ഈ ഇടതുപക്ഷ സർക്കാർ 1ാം സർക്കാർ മുതൽ ഇപ്പൊ 2ാം സർക്കാരും ഇതിനു മുമ്പത്തെ സർക്കാരുകളുമെല്ലാം ബോധപൂർവം ഇതിന്റെ ഉള്ളിലെ തീവ്രവാദികളെ, അതായത് സാമാന്യ നല്ല മനസ്സോടെ ജീവിക്കുന്ന ഇസ്ലാം വിശ്വാസികളെ പോലും സമൂഹ മധ്യത്തില് കരിവാരി തേക്കാൻ പറ്റുന്ന രീതിയിൽ തീവ്രവാദം വളർത്തുന്ന വിഭാഗത്തെ പ്രോത്സാഹിപ്പിക്കാൻ, കൂടെ നിർത്താൻ
നടത്തുന്ന മത്സരത്തിന്റെ ഒരു ഭാഗമാണ്. കാരണം നമുക്കറിയാം 2024 പാർലമെന്റ് വരുന്നു, 25 പഞ്ചായത്ത് എത്തുന്നു, 26 അസംബ്ലി എത്തുന്നു. അതിന് ഒരു ഒരുക്കമാണ് ഇത്. വളരെ കരുതി കൂട്ടി ബോധപൂർവം ആരോടും മിണ്ടാതെ ഒരു ഒച്ചപ്പാടും ഉണ്ടാക്കാതെ ഇവിടെ നടപ്പിലാക്കിയതാണ്. ഇതൊരു സമൂഹത്തെ അവഹേളിക്കുക എന്നതിനേക്കാൾ ഉപരി, അതായത് ക്രൈസ്തവ സമൂഹത്തെ അവഹേളിക്കുക എന്നതിനേക്കാൾ ഉപരി തീവ്ര നിലപാടുകാരായ കുറച്ച് വിഭാഗത്തെ കൂടെ നിർത്തുന്നതിന് വേണ്ടിയുള്ള ഈ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ പ്രവൃത്തിയുടെ ഭാഗമാണ് ഇതിനെയാണ് നമ്മൾ കാണേണ്ടത്. അതായത് ഈ 5 സർക്കാരുകളിൽ MM ഹസൻ കായംകുളത്തെ പ്രതികരിച്ച് വന്ന ഒഴികെ ബാക്കി മുഴുവൻ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പും കൈകാര്യം ചെയ്തിരിക്കുന്ന മലപ്പുറത്ത് നിന്നുള്ളവരാ, മലപ്പുറം ജില്ലക്കാരാ. മലപ്പുറം ജില്ലയ്ക്ക് പുറത്തുനിന്ന് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് മന്ത്രിമാരില്ലേ, MLA-മാരില്ലേ, എല്ലാ വിഭാഗത്തിലും ഉണ്ട്. പക്ഷെ ഇത് മാറി മാറി വരുന്ന സർക്കാരുകൾ, ഇടതുപക്ഷ സർക്കാർ പ്രത്യേകിച്ച് മാറി മാറി വരുന്ന സർക്കാരുകളുടെ പ്രീണന നയത്തിന്റെ കൃത്യമായ ഒരു ഉദാഹരണമാണ്. ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ്. ശക്തമായി നമ്മൾ ഇതിനെതിരെ സ്വരമുയർത്തേണ്ടതാണ്. അല്ലെങ്കിൽ ഇതിന് പുറകെ വരുന്ന മറ്റ് കാര്യങ്ങളുടെ പ്രത്യാഘാതങ്ങൾ ചിലപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറമായിരിക്കും. ജോർജി, ഓക്കെ, ഫാദർ ജോൺസണും അഡ്വക്കേറ്റ് ജസ്റ്റിനും പങ്കുവച്ച ഒരു കോമൺ ഒരു പോയിന്റ് ഉണ്ട്. ഈ ഒരു വകുപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഈ തീവ്രവാദ സ്വഭാവമുള്ള അല്ലെങ്കിൽ തീവ്രവാദ നിലപാടുള്ളവരുടെ കരങ്ങളിലേക്ക് അത് എത്തിച്ചേരുന്നു. മറ്റൊരു ആംഗിളിൽ അത് ചിന്തിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം, ഒരു രാഷ്ട്രീയക്കാരുടെ എപ്പോഴും അവർ നോക്കുന്ന ഒരു കാര്യം ഈ വോട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഈ തീവ്രവാദ നിലപാടുള്ളവരുടെ ഒരു സാന്നിധ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഒരു സൂചനയല്ലേ ഇത്തരത്തിൽ അധികാര സ്ഥാനങ്ങൾ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ ഇത്തരം തീവ്രവാദ നിലപാടുള്ളവരുടെ കരങ്ങളിൽ എത്തിച്ചേരുന്നു എന്നുള്ളത്? അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളുവാതുക്കൽ. തീർച്ചയായിട്ടും നമ്മൾ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ കടന്നു വരുന്ന ഓരോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളിലേക്കും നമ്മൾ ചിന്തിക്കുമ്പോൾ അത്തരക്കാരുടെ സാന്നിധ്യം ഭരണതലങ്ങളിലും അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളിൽ നമുക്ക് പ്രകടമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അതിന് ഈ അടുത്ത ദിവസങ്ങളിൽ പോലീസ് സേനയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട, പുറത്താക്കപ്പെട്ട ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ അത് ഭരണതലങ്ങളിൽ, ഉദ്യോഗസ്ഥലങ്ങളിൽ പോലും എത്തി. ഇവിടെ രാഷ്ട്രീയ മേഖലകളിലും ഇതിന് യാതൊരു മാറ്റവും. ഇവിടെ അരിയും മലരും കുന്തിരിക്കവും കരുതി വെച്ചോളാം പറഞ്ഞവരെല്ലാം ദേശസ്നേഹികളും വിഴിഞ്ഞത്ത് അതിജീവനത്തിന് വേണ്ടി സമരം ചെയ്തവരെ രാജ്യദ്രോഹികളെന്ന് വിളിച്ച അതേ വ്യക്തിക്കാണ് കൊണ്ടുപോയി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കാണേണ്ട ഒരു അവസ്ഥയാണ്. അവർക്കെതിരെ ഒരു വാക്ക് മിണ്ടാടാൻ അന്ന് ഈ കേരളത്തിനും മന്ത്രിയായിരുന്നു ഇദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ആ തീരദേശത്ത് കിടന്ന പാവപ്പെട്ടവര് അവരുടെ നിലനിൽപ്പിന് വേണ്ടി, അതിജീവനത്തിന് വേണ്ടി സമരം നടത്തിയപ്പോൾ അതിനെ ദേശവിരുദ്ധരെന്നും രാജ്യവിരുദ്ധരെന്നും രാജ്യദ്രോഹികളെന്നും വിളിച്ച അതേ മന്ത്രിയെ ഇവിടെ കൊണ്ടുപോയി ഏൽപ്പിച്ചിരിക്കുക. നമുക്കറിയാം 2000 ആ മമ്മൂട്ടി MLA-നെ വിളിച്ച എന്താ, നിങ്ങൾ ആദിവാസികളുടെ ഇടയിൽ നിന്ന് വന്നയാൾ ആദിവാസികളുടെ ഇടയിൽ കിട്ടിയാൽ മതി, ആദിവാസികളെ പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ അവിടെ വർഗീയത ചീറ്റിയ ഒരു മനുഷ്യനാണ്. ഇത്തരത്തിലുള്ള ആളെ കൊണ്ടുപോയിട്ട് അത്രയും തീവ്ര നിലപാടുകാരൻ ജോൺസൺ അച്ഛനെ ആ നാൾ വഴി പറഞ്ഞു, അത്രയും തീവ്ര നിലപാടുകാരനായ ഒരാളെ കൊണ്ടുപോയിട്ടാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിവിടെ മാത്രമല്ല, KT ജലീൽ, ഇതിനു മുമ്പുണ്ടായിരുന്ന മന്ത്രി KT ജലീലിന്റെ നിലപാടുകളെ നമുക്കെല്ലാം ഒന്നും അറിയാവുന്ന കാര്യമാണ്, കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഇതെന്താണ്? കഴിഞ്ഞ ദിവസം മദനിയെ കണ്ട് സന്ദർശിച്ചതിനു ശേഷം അദ്ദേഹം പറഞ്ഞത് എന്താണ്? അതെല്ലാം കൂടെ നമുക്കിവിടെ കൂട്ടി വായിക്കണം. ആ മനുഷ്യനും, അതായത് ഈ പറയുന്ന മുൻ മന്ത്രിയും ഇന്നത്തെ സർക്കാരിന്റെ ഭാഗമായിട്ട് സർക്കാർ അവരുടെ പ്രതിനിധിയായിട്ട് സ്വതന്ത്രമായിട്ട് നിന്ന് ജയിപ്പിച്ചവരല്ലേ? CPM-ന്റെ വോട്ട് കൊടുത്തവരല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചവരല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, ഈ കേരളം ഭരിക്കുന്ന സർക്കാരിന് ഈ ഇവരുമായിട്ട് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തരക്കാരുമായിട്ട് രഹസ്യവും പരസ്യവുമായ ബന്ധങ്ങളുണ്ട്. ഓക്കെ, വളരെ വ്യക്തമാണ്. ഫാദർ ജോൺസൺ തേക്കടിയിൽ, നമുക്കറിയാം ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ്, അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ അതിന്റെ ഒരു നാൾ വഴി കൃത്യമായി തന്നെ അത് പറയുകയുണ്ടായി. അതിൽ ഏറ്റവും ഒരു തരത്തിൽ പറഞ്ഞാൽ ആരോപണം, ഒരു കുപ്രസിദ്ധിയാർന്ന ഒരു ഭരണം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ നടന്നു എന്ന് ആരോപിക്കുന്നത് 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ KT ജലീൽ ഭരിച്ചിരുന്ന ആ ഒരു സമയത്താണ്. ഈ സ്വജനപക്ഷപാതത്തിന്റെ ഒക്കെ പേരിൽ ലോകായുക്തയുടെ ഭാഗത്തുനിന്ന് ഒരു നിശ്ചിതമായ ഒരു വിമർശനം അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നു. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ജസ്റ്റിൻ തൊട്ടു മുമ്പ് പറഞ്ഞൊരു കാര്യം, ഈ കഴിഞ്ഞ ദിവസം KT ജലീൽ ഈ മദനിനെയൊക്കെ പോയി സന്ദർശിച്ച് ആ വ്യക്തിയുടെ അവസ്ഥ കണ്ടിട്ട്, ഒരു തീവ്രവാദ കേസിൽ പിടിയിലായ ഒരു വ്യക്തിയുടെ അവസ്ഥ കണ്ട് കണ്ണീരൊക്കെ വന്നു എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ പോകുന്ന അബ്ദുൾ റഹ്മാൻ മറ്റൊരു KT ജലീൽ ആകാനുള്ള സാധ്യത എത്രമാത്രം ശക്തമാണ് ഫാദർ ജോൺസൺ തേക്കടിയിൽ?
ഞാൻ പറഞ്ഞല്ലോ ജോർജി, ഒരു തീവ്രവാദ സ്വഭാവമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനവുമായി യോജിച്ച് നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരൊറ്റ ചിന്തയുള്ളൂ: എല്ലാ അധികാരവും തങ്ങളിലേക്ക്. മറ്റുള്ള ആളുകളെ കുറിച്ച് അവർക്ക് യാതൊരു ബോധറേഷനും ഇല്ല, മറ്റുള്ളവരെ കുറിച്ച് അവർക്ക് ഒരു കൺസേണും ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ നെയ്ത്തുകാരന്റെ നെയ്ത്തുശാലയിലെ ഷട്ടിൽ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദം പോലെയാണ് എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കും എന്ന് പറഞ്ഞ പോലെ എനിക്കും എൻ്റെ സമുദായത്തിനും എന്നുള്ള ഒരു ചിന്ത. ആ ചിന്താധാര ശ്രീ കെ ടി ജലീലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് വളരെ കൃത്യമായിരുന്നല്ലോ. നമ്മളെ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം അതിൻ്റെ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ആരും അറിയാതെ തന്നെ വളരെ രഹസ്യാത്മകതയിൽ പല കാര്യങ്ങളും കൂട്ടിക്കൊടുത്ത് അല്ലെങ്കിൽ കൂട്ടിക്കുഴച്ച് അവർക്ക് കിട്ടേണ്ടുന്നതായ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിയെന്നുള്ളത്. ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. ഇവിടെ ഈ മതന്യൂനപക്ഷത്തിനൊരു എത്ര പേഴ്സൻറ്റേജ് ഉള്ളവരാണ് മതന്യൂനപക്ഷം എന്നുള്ളത് ഇതുവരെ ഒരു പഠനം നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു സർവേ നടത്തിയിട്ടില്ല. ആരൊക്കെയാണ് ഇതിന് അവകാശികൾ അല്ലെങ്കിൽ അർഹതപ്പെട്ടവർ എന്നുള്ളൊരു പഠനം നടത്തിയിട്ടില്ല. നമുക്കറിയാവുന്ന പോലെ ഞാൻ മുസ്ലിം സമുദായത്തെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന ഒരാള്. അവരുടെ അരിഷ്ടതാവസ്ഥകൾ പരിഹാരം, കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉയർച്ച ഉണ്ടാകണം, വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണം, പ്രത്യേകിച്ച് അവരുടെ ഇടയിലെ സ്ത്രീകൾക്ക് എല്ലാ വിധത്തിലുള്ള ആനുകൂല്യങ്ങളോടുകൂടെ ഉയർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അവരുടെ സമുദായ നേതാക്കന്മാരോടൊക്കെ ഈ കാര്യങ്ങൾ പങ്കുവെക്കുകയും അവരും അതിനകത്ത് താല്പര്യം കാണിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ INL പോലെയുള്ള സിമിയെ പോലെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതയും എന്ന് പറയുന്ന പോലെ സ്ത്രീകൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവും പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അവരാണ് ഇതേപോലുള്ള അധികാരം കൈയേറിക്കൊണ്ട് അവരുടെ കൂട്ടത്തിലുള്ള ഉന്നതരായിട്ടുള്ള ആളുകൾക്ക് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സമൂഹം. കാരണം അവരുടെ അജണ്ട തന്നെ ഈ സെക്കുലറിസം അല്ല, ഈ സെക്കുലറിസത്തിന് എതിരാണ്. അപ്പൊ ഈ സെക്കുലറിസത്തിന് എതിരായിട്ടുള്ള ചിന്താധാരയുള്ള ഒരു വ്യക്തിയായിരുന്നു ശ്രീ കെ ടി ജലീൽ അദ്ദേഹത്തിന്റെ യൗവന കാലഘട്ടത്തിൽ. എന്നാൽ പിന്നീട് അദ്ദേഹം ഇടതുപക്ഷത്തിലേക്ക് IML വന്നു. IML നിന്ന് പിന്നെ അവർ അദ്ദേഹത്തെ പുറത്താക്കിയതിന് തുല്യമായി. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ഒരു ഗ്രിപ്പ് കൊടുത്തത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്ത് വന്നിട്ടും അദ്ദേഹത്തിന്റെ കൗമാരത്തിലും ബാല്യത്തിലും യൗവനത്തിലും ഒക്കെ അദ്ദേഹം ആർജിച്ചെടുത്തായിട്ടുള്ള ആ ഒരു കൺസെപ്റ്റ്, ആശയം അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലകളിൽ, രാഷ്ട്രീയ മണ്ഡലങ്ങളില് വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സ്ഥാപിതമാക്കി. ആരും അറിഞ്ഞിട്ടില്ല പല കാര്യങ്ങളും. നമുക്കറിയാമല്ലോ അദ്ദേഹം എപ്പോഴൊക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ടോ, എപ്പോഴെല്ലാം ഏതെല്ലാം കാര്യങ്ങൾക്കുള്ളിൽ അദ്ദേഹം മാറ്റപ്പെട്ടിട്ടുണ്ടോ, ആ സമയത്തൊക്കെ അദ്ദേഹം പറയാറുള്ളൊരു കാര്യമുണ്ട്. എന്താണ്, ഞാന് നല്ലൊരു ഭക്തനാണ്, അല്ലെ, നല്ലൊരു വിശ്വാസിയാണ് എന്നൊക്കെ പറഞ്ഞു. മതത്തെ കൂട്ടുപിടിക്കുക. കാരണം അതുകൊണ്ട് ആലപ്പുഴയിലും അങ്ങനെ ഒരു വ്യക്തി അല്പം കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു, 5 നേരം നിസ്കരിക്കുന്ന വ്യക്തിയാന്നൊക്കെ പറഞ്ഞിരുന്നു ഒരാള്. ഇതുപോലെ തന്നെ ഇത് പറയാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവർ ഒതുക്കി വെക്കാൻ ശ്രമിക്കുന്നത് അറിയാതെ പുറത്തേക്ക് വരുന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇടതുപക്ഷത്തിന്റെ ആദർശം എന്താണ്? അവരുടെ വിശ്വാസ സംഹിത എന്താണ്? അവരേത് തരത്തിലാണ് മുൻകാലങ്ങളിൽ മതത്തോട് സമീപിച്ചിട്ടുള്ളത്? മതസമീപനം എന്തായിരുന്നു? ഇപ്പോൾ അവരുടെ നിലപാട് എന്താണ്? ഇപ്പോൾ അവര് എല്ലാ മത വിശ്വാസികളെക്കാളും അപ്പുറമായിട്ടുള്ള മതഭക്തരായിട്ട് മാറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ മതഭക്തി കൂടിയ ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് മതേതരവാദികളെല്ലാം നാവടപ്പിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ആലപ്പുഴയിൽ ഇപ്പൊ ജോർജ് പറഞ്ഞ പോലെ അവിടെ പിടിക്കപ്പെട്ട വ്യക്തിയും പറഞ്ഞെന്താണ്? അദ്ദേഹം പറഞ്ഞത്, ഞാൻ 5 നേരം നിസ്കരിക്കുന്ന നല്ലൊരു മതഭക്തനാണ്. അതിനെ നമ്മുടെ ഇപ്പോൾ വീണ്ടും റീഇൻസ്റ്റോൾ ചെയ്യപ്പെട്ടിരിക്കുന്ന മന്ത്രി സർട്ടിഫൈ ചെയ്തിരിക്കുകയാണ്, അദ്ദേഹത്തിന് കൈച്ചീട്ട് കൊടുത്തിരിക്കുകയാണ് നല്ലവരെന്ന് പറഞ്ഞു. സർക്കാർ നിർദ്ദേശിക്കുന്ന പോലെയാണല്ലോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം, ഇവിടുത്തെ പോലീസും മറ്റു സമ്പ്രദായങ്ങളും അന്വേഷണങ്ങളും ഒക്കെ. അപ്പം ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ ആർജവമുള്ള ഒരു രാഷ്ട്രീയക്കാരനും ഇപ്പോൾ ഇല്ല, ഇടതുപക്ഷത്തിനകത്തില്ല. ഇടതുപക്ഷത്തിന്റെ പൊള്ളത്തരങ്ങളാണ് നമുക്ക് ഈ കുറച്ച് നാളുകളായിട്ട് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിലേക്ക് വന്നടിയുന്നത് മുഴുവനും തന്നെ ഭീകരവാദ ബന്ധങ്ങളുള്ള ആളുകളുമായിട്ടാണ്.
ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഭീകരവാദ സ്വഭാവമുള്ള ആളുകൾ മതേതര പാർട്ടി എന്ന് ഒരു സമയത്ത് നമ്മളൊക്കെ വിലയിരുത്തുകയും നമ്മളും ഒക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയും ചെയ്ത ആളുകൾ ഇന്ന് അതിനു വേണ്ടിയിട്ട് ആ മതേതരത്വ ചിന്താഗതികളെ കശാപ്പ് ചെയ്തിട്ട് ഭീകരവാദ ചിന്തകളിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുന്നു. അവരെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ സർക്കാരിന്റെ ആ ഒരു മുഖം എത്ര വൈകൃതമായിരിക്കുന്നു, എത്ര വികൃതമായിരിക്കുന്നു. ആരോടത് പറയുന്നേ? ആര് ചോദിക്കും? ചോദിക്കാനും പറയാനും ഉള്ളവരൊക്കെ ഒരു മൂലയ്ക്കായി. അവർക്കാർക്കും ഇപ്പൊ ശബ്ദമില്ല. അവരുടെ ശബ്ദം കേൾക്കാൻ സമൂഹത്തിനില്ല. ഭൂരിപക്ഷം എവിടെയാണോ ഉള്ളത് ആ ഭൂരിപക്ഷത്തിന്റെ ശബ്ദം മാത്രമേ ഇപ്പൊ കേൾക്കുന്നുള്ളൂ. ന്യൂനപക്ഷമായിരിക്കുന്ന മതേതരത്വവാദികൾക്ക് ശബ്ദിക്കാൻ കഴിയുന്നില്ല. അവരുടെ നാവിലേക്ക് കുറച്ച് ഈന്തപ്പഴം വലിച്ചിട്ട് കൊടുക്കും, അല്ലെങ്കിൽ അവർക്കൊരു നല്ല ഗോൾഡൻ വിസ കയ്യിലോട്ട് കൊടുക്കും. അതോടുകൂടെ അവർക്ക് പിന്നെ സംസാരിക്കാൻ കഴിയാതെ വരും. അടിമത്തത്തിലേക്ക് പോവുകയാണ്. ഓരോരുത്തരെ എടുത്ത് നോക്കിയോ. മുൻകാലത്ത് നമ്മുടെ ആദരണീയനായിരുന്ന VS അച്യുതാനന്ദൻ, നമുക്കറിയാവുന്ന പോലെ അച്യുതാനന്ദൻ സഖാവ് വളരെ കൃത്യമായിട്ട് ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം പറഞ്ഞു, അല്ലെ? 2030 ആകുമ്പോഴേക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നതിന്റെ ഒരു ദീർഘ പ്രവചനം പോലെ അദ്ദേഹം പറഞ്ഞിരുന്നു. അത് നടമാടിക്കൊണ്ടിരിക്കുക. അതിനാരാ ചൂട്ടുപിടിക്കുന്നത്? അതിനാരാ ഒത്താശ പാടുന്നത്? അതിനാരാ ലലാവി പാടുന്നത്? അതിന് താരാട്ട് പാടുന്നത് മുഴുവനും തന്നെ അദ്ദേഹത്തിന്റെ അനുയായികളാണ്, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട സഖാക്കളാണ്. അപ്പൊ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മതേതരവാദികളായിട്ടുള്ള എല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് അപകടം ചെയ്യും. ഇത് KT ജലീലിനേക്കാളും അപകടകരമായ അവസ്ഥയിലേക്കായിരിക്കും മറ്റുള്ളവരും കൊണ്ടെത്തിക്കുക എന്നുള്ളത് മറന്നു പോകരുത്. ഓക്കെ, വളരെ വ്യക്തമായി തന്നെ അങ്ങ് അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, നേരത്തെ അച്ഛൻ പറഞ്ഞ ആ പോയിന്റിന്റെ തുടക്കത്തിൽ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ജോൺസൺ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ അവസ്ഥകൾ പഠിക്കാൻ, കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥകൾ കുറെ കൂടി കാര്യക്ഷമമായി പഠിക്കണം. നമുക്കറിയാം, ഈ ജസ്റ്റിസ് JB കോശി കമ്മീഷൻ 2021 രൂപീകൃതമായ JB കോശി കമ്മീഷന്റെ ഒരു അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ ആർക്കും അറിയത്തില്ല. ഈ സച്ചാർ കമ്മിറ്റിക്കും ഒപ്പം തന്നെ പാലോളി കമ്മിറ്റിക്കും ഒക്കെ ലഭിച്ച ഒരു സൗകര്യങ്ങൾ, അത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഈ JB കോശി കമ്മീഷന് ലഭിക്കുന്നുണ്ടോ എന്ന ഒരു സംശയവും പലരും ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ ക്രൈസ്തവ സമുദായത്തിന് എവിടെ നിന്ന് നീതി ലഭിക്കും? വർഷങ്ങളായി പലതരത്തിലുള്ള ആശങ്കകൾ നമ്മൾ ഉന്നയിക്കുന്നു, പ്രതിഷേധങ്ങൾ നടത്തുന്നു, സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഭരണാധികാരികളെ തങ്ങളുടെ ക്രൈസ്തവ സമുദായത്തിന്റെ വേദനയൊക്കെ അറിയിക്കുന്നു. പക്ഷെ തുടർച്ചയായ തിരിച്ചടികൾ ക്രൈസ്തവ സമുദായത്തിന് നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനൊരു സൊല്യൂഷൻ എന്താണ്? എവിടെ നിന്ന് ഇനി കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന് ഒരു നീതി ലഭിക്കും? അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ. അതായത് ജോർജ്, നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത്, നീതി ലഭിക്കണമെങ്കിൽ ഞാൻ തന്നെ നീതിക്ക് വേണ്ടി നിലകൊള്ളാനും പോരാടാനും മുന്നോട്ട് വരണം എന്ന് ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും രാഷ്ട്രീയ നേതൃത്വങ്ങള്, സമുദായ ബോധമുള്ള ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവര് ഉയർന്നു വന്നാൽ മാത്രമേ ഉള്ളൂ അത് സാധ്യമാകുള്ളൂ. അത് സാധ്യമാക്കണമെങ്കിൽ ഇവിടുത്തെ യുവജനങ്ങൾ ഉണരണം. ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ അടിമത്തത്തിൽ നിന്ന് മോചിതരാകണം. അങ്ങനെ മോചിതരായാൽ മാത്രമേ ഉള്ളൂ ഇന്ന് നടത്തപ്പെടുന്ന അനീതിക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൊള്ളയ്ക്കും കൊള്ളുവെപ്പിനും ഒക്കെ എതിരെ, പിടിച്ചുപറിക്കും ഒക്കെ എതിരെ സ്വരമുയർത്താൻ പറ്റുള്ളൂ. അല്ലാത്തവരെല്ലാം ഈ രാഷ്ട്രീയ പാർട്ടിയുടെ അടിമകളായിട്ട് ജീവിക്കുക. ഈ അടിമത്തമാണ് നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കുഞ്ഞുദാഹരണം പറയാം. ഈ 2 വർഷക്കാലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൈ വെച്ചുകൊണ്ടിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ നല്ല സംസ്ഥാനമാണെന്നും ഏറ്റവും നല്ല ഭരണകർത്താവാണെന്നും 2, 3, 4 ചങ്കോ മാങ്ങയോ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ പറയുന്ന ഒരു നേതാവിന്റെ കയ്യില് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഇരുന്നിട്ട് ഈ 2022-23 അക്കാദമിക് വർഷത്തിൽ ഒരു സ്കോളർഷിപ്പ് വർഷം 10ാം ക്ലാസ്സിലും +2-ലും ഒക്കെ ഫുൾ A+ വാങ്ങി പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട സ്കോളർഷിപ്പ് പോലും അടുത്ത വർഷത്തെ എക്സാമിന്റെ സമയമായിട്ട് പോലും വിളിച്ച് നമ്മൾ പോയി വിളിച്ചന്വേഷിക്കുമ്പോഴും കണ്ടെത്തുന്ന അവര് പറയുന്ന റീസൺ സൈറ്റ് വർക്കിംഗ് അല്ല, സൈറ്റ് ജാമ. ഈ ഒരു തൊഴുത്ത് കെട്ടേണ്ട കാശിന്റെ പകുതി ഉണ്ടായിരുന്നെങ്കിൽ സൈറ്റ് നന്നാക്കാലോ. കേരളത്തിൽ ഇത്രയും ലക്ഷക്കണക്കിന് വരുന്ന ന്യൂനപക്ഷ സമുദായത്തിൽ, അതിനകത്ത് ക്രൈസ്തവരും ഇസ്ലാം വിശ്വാസികളും സിഖുകാരും ജൈനന്മാരും പാർസികളും ബുദ്ധരും എല്ലാം ഇല്ലേ? അവർക്കെല്ലാം ഉപകരിക്കുന്ന രീതിയിൽ അത് പറ്റില്ലായിരുന്നോ? അതിനുവേണ്ടി മിണ്ടാൻ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവില്ല. കാരണം അദ്ദേഹത്തിനും കിട്ടി ഇന്നലെ പുത്തൻ കാറ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം കരഞ്ഞ് നിലവിളിച്ച് ഇന്നലെ പുത്തൻ കാറാൻ കിട്ടിയപ്പോ പിന്നെ ഇനി അദ്ദേഹവും മിണ്ടത്തില്ല. ഈ ഒരൊറ്റ സ്കോളർഷിപ്പ്, 9ഓളം സ്കോളർഷിപ്പുകളുള്ള കേരളത്തിൽ സംസ്ഥാന സർക്കാരിന്റെ
സ്കോളർഷിപ്പുകളിൽ കേരളത്തിൽ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട ഗുണം 1 രൂപ പോലും കൊടുത്തിട്ടില്ല. ചിന്താ ജെറോമിന് കൊടുക്കാൻ കാശുണ്ട്, അവിടെ വാഴക്കോല ഉണ്ടാക്കി വെച്ചതിന് കൊടുക്കാൻ കാശുണ്ട്, തൊഴുത്ത് പണിയാൻ കാശുണ്ട്. ഇവിടുത്തെ പാവപ്പെട്ട പിള്ളേർക്ക് പഠിക്കാൻ, വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊടുക്കാൻ ഇവിടുത്തെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും ഈ ഇടതുപക്ഷ സർക്കാരിനും ഫണ്ടില്ല എന്ന് പറയപ്പെടുന്നത് നമ്മുടെ എല്ലാം നമ്മളോട് കാണിക്കുന്ന ഇതിനപ്പുറത്തേക്ക് ഒരു അവഗണനയില്ല, ഇതിനപ്പുറത്തേക്ക് ഒരു നിന്ദ നമുക്ക് തരാനില്ല. ഇതിന് ഒന്നിച്ച് ജനം എതിർത്താൻ മാത്രമേ പറ്റുള്ളൂ. ജനത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത്, ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് കൂട്ടി പറയുക, അതായത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് കഴിഞ്ഞ ഈ 5 സർക്കാരുകളുടെ കാലത്തും മന്ത്രിമാര് ന്യൂനപക്ഷ ക്ഷേമം വന്നിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ മലപ്പുറം ജില്ലയിൽ മാത്രമേ ഉള്ളൂ ജീവിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ന്യൂനപക്ഷത്തിന് മാത്രം വോട്ടുണ്ടെങ്കിൽ അവർക്ക് കേരളം ഭരിക്കാൻ വേണ്ടി പറ്റുമോ? ഇത് കാണിച്ചു കൊടുക്കേണ്ടത് കേരളത്തിലെ വിദ്യാഭ്യാസവും വിവരവും ബോധവുമുള്ള സാമാന്യ ജനമാണ്. അത് കാണിച്ചു കൊടുക്കാൻ ആർജവത്വമുള്ള, മുമ്പ് ജോൺസൺ അച്ഛൻ പറഞ്ഞു, നല്ല നേതൃത്വം, അത് ഭരിക്കുന്ന മുന്നണിയുടെ കൂടെയോ പ്രതിപക്ഷത്തോ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം. അത് NDA മുന്നണിയാണെങ്കിൽ പോലും ഇല്ല, ഒരാൾ പോലും ഇല്ല. ചങ്കൂറ്റത്തോടെ എഴുന്നേറ്റ് എന്ന് പറയാൻ നാളെ ചുമന്ന സിഗ്നൽ കാണിച്ചാൽ, പോലീസിനെ കാണിച്ചാൽ, ED കാണിച്ചാൽ, ഇൻകം ടാക്സിനെ കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെയൊക്കെ മുമ്പിൽ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് ഞാൻ ഇതിനൊക്കെ പുറമെയാണെന്ന് പറയാൻ ആർജവത്വമുള്ള, ചങ്കൂറ്റമുള്ള ഒരു നേതാവ് ഇവിടെ ഇല്ലാത്തതാണ് ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം. ജോർജ്, ഒരു കാര്യം കൂടെ ഞാൻ അച്ഛൻ പറഞ്ഞതിനോട് ചേർത്ത് പറയുകയാണ്. അതായത് ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ, ഈ കേരളത്തിൽ നടന്ന ഏത് സ്വർണ്ണക്കടത്തെടുത്തു, ഏത് സ്വർണം, ഏത് എയർപോർട്ടിൽ നിന്ന് പിടിക്കുന്ന സ്വർണ്ണക്കടത്താണേലും, ഏത് കഞ്ചാവോ ലഹരിയോ പിടിക്കുന്നവരെ പിടിച്ചു, ഏത് പെൺവാണിഭ കേസെടുത്തു, ഇതിനെല്ലാം പുറകില് ഈ ഭരണപക്ഷത്തിന്റെ ആളുകളാണ്. അവരുണ്ടാവും, സഖാക്കന്മാരുണ്ടാവും. അതെ, അവരുടെ ജാതിയും മതവും വർഗവും ഒന്നും അല്ല പ്രശ്നം, അവരുടെ പാർട്ടിയെ പ്രശ്നം. എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം പങ്ക് ഇങ്ങോട്ടേക്കാ പോണത്. ആ പങ്ക് പറ്റുന്ന സർക്കാരിന് ഈ പറയുന്ന ഈ തീവ്ര നിലപാടുകാരുടെ അടിമയായിട്ട് നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയും നാളെ വെളിപ്പെടുത്തലുണ്ടാവും. ജലീലിനെ എന്താണ് ഇപ്പോഴും മടിക്കകത്ത് വെച്ചോണ്ട് നടക്കുന്നത്? ജലീലിനെ പോക്കറ്റിനകത്തോ അണ്ടർവെയർ പോക്കറ്റിൽ വെച്ചോണ്ട് നടക്കുന്നത്? കാരണം എന്നാ, ജലീലിനെതിരെ ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ നാളെ മുക്കിനടക്കം, മുക്കിനും മകളും ഒക്കെ ഉള്ളിക്കിടക്കും. ഇതറിയാം. ഇവിടുത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന പലരും ജയിലിൽ പോകും. ഇതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇവരെല്ലാം നിശബ്ദരായിട്ട് മിണ്ടാതെ നിൽക്കുക. ഇവിടുത്തെ സാമാന്യ ജനം ഈ പൊട്ടന്മാരാകുന്നു, മന്ദബുദ്ധികൾ, നമ്മളെല്ലാം മന്ദബുദ്ധികളാക്കിക്കൊണ്ട് ഇവിടെ മുന്നോട്ട് പോകുന്നു. ഇവിടെ സംഭവിക്കാൻ പോണത് എന്താ? ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ നിഷ്പക്ഷവാദികളായ ആളുകൾ, തികച്ചും മതേതരവാദികളായ ആളുകളെ പോലും മത തീവ്ര നിലപാടുകൾ എടുക്കാൻ ഇത്തരത്തിലുള്ള സർക്കാരിന്റെ, പ്രത്യേകിച്ചും ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്ന നിലപാടിലൂടെ ക്രൈസ്തവ സമൂഹത്തിലെ തന്നെ ധാരാളം നല്ല മതേതരവാദികളുണ്ട്. ആ മതേതരവാദികളെ കൂടി തീവ്ര നിലപാടെടുക്കാൻ പ്രേരിപ്പിക്കുക ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ വീണ്ടും ഒരു മതധ്രുവീകരണത്തിലേക്ക് കൊണ്ടുപോയി കേരളത്തിൽ അശാന്തി സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്നത്. ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ ഘടനയെ മാറ്റും, സാമുദായിക ഘടനയെ മാറ്റും, കേരളത്തിന്റെ സാംസ്കാരിക സൗഹൃദത്തെ പോലും തകർക്കാൻ പറ്റുന്ന രീതിയിലുള്ള കടുത്ത നിലപാടുകളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും ഭരണപക്ഷ സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ക്രൈസ്തവ സമൂഹത്തിന് രക്ഷപ്പെടണമെങ്കിൽ, എന്നോട് ജോർജ് ചോദിച്ചത് അവിടെ നിന്നാണ്, ഞാൻ അവിടെ നിന്ന് എത്തി നിർത്താൻ വേണ്ടി പോവുകയാണ്. ക്രൈസ്തവ സമൂഹത്തിന് രക്ഷപ്പെടണമെങ്കിൽ ഒന്ന് ഞാൻ പറഞ്ഞു, ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് നല്ല ധീരരായ നേതൃത്വങ്ങൾ ഉയർന്നു വരണം. 2, ഒരു കാര്യം ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ്, ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ പുറകെ പോയ രക്ഷയില്ല, ഒരു മുന്നണിയുടെ കൂടെ പോയാലും രക്ഷയില്ല. ഒരേ ഒരു രക്ഷയുള്ളൂ, രക്ഷിക്കാൻ ഒരാളേ ഉള്ളൂ, അത് സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ മുമ്പിൽ അണയുക, അഭയം പ്രാപിക്കുക എന്നുള്ളതാണ്. ഒപ്പം ഈ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തില്, നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത് ഭരണത്തിലും പ്രതിപക്ഷത്തുമൊക്കെ പങ്കുപറ്റിക്കൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക, ഭരണഘടനയെ മുറുകെ പിടിക്കുക. ഈ ഒരു രീതിയിലൂടെ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനെ മറികടക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, വളരെ വ്യക്തമാണ്. ക്രൈസ്തവ സമുദായം നേരിടുന്ന നീതി നിഷേധത്തിനെതിരെ ഒറ്റക്കെട്ടായുള്ള ധീരതയോടെയുള്ള ഒരു പോരാട്ടം, ഒരു പ്രതികരണം അത്യന്താപേക്ഷിതമാണ്. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ ജോൺസൺ തേക്കടയിൽ, ഒപ്പം അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, രണ്ടുപേർക്കും നന്ദി.